നമ്മൾ ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അത് സ്നാപ്സീഡിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ ഫസ്റ്റ് ഹീലിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഹീലിംഗ് എടുക്കുന്നതിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചറിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. ഹീലിംഗ് എടുത്തതിന് ശേഷം ഹീലിംഗ് എടുത്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. അങ്ങനെ അത് റിമൂവ് ചെയ്തു ശേഷം നമ്മൾ ടിക്ക് കൊടുത്തിട്ട് ലെൻസ് ബ്ലർ എടുക്കുക. ലെൻസ് ബ്ലർ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിനെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ ബ്ലർ സ്ട്രെങ്ത് ഇതൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല ബ്ലറായി വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഇതാക്കി കൊടുക്കുക. നമ്മൾ എത്രത്തോളം നമുക്ക് ബ്ലർ വേണം അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ബ്ലറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇത് സേവ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ എടുക്കുന്നത് ഫോട്ടോറൂം എന്ന ആപ്പാണ്. ഇതിലെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ സ്കാൻ ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്നുള്ള അത് സെലക്ട് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും സെലക്ട് ചെയ്യരുത്. ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാം ഗ്യാലറിക്ക്. ശേഷം ഞാൻ പിക്സാർട്ടിൽ കയറിയിട്ട് ആ സ്നാപ്സീഡിൽ ബ്ലറാക്കിയതും പിന്നെ നമ്മൾ ഫോട്ടോ റൂമിൽ ബ്ലറാക്കിയ പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയ 2 ഇമേജും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിക്സാർട്ട് കൊടുന്നതിന് ശേഷം ഈ ഒരു ബ്ലർ എഫക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ ആഡ് ഫോട്ടോ കൊടുത്ത് ആഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇത് സെറ്റാക്കി വെക്കുകയാണ്. ഇതങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തതിന് ശേഷം വെച്ചു. പിന്നെ അത് സേവ് ചെയ്തു. അങ്ങനെ അത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തു. ഇനി നമ്മൾ ലൈറ്റ് റൂമിൽ കയറിയിട്ട് ഒരു പ്രീസെറ്റ്, അതായത് ഞാൻ ഓൾറെഡി പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറിൻ്റെ ഇത് ഞാൻ എഡിറ്റ് പ്രീസെറ്റ് കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇതുമ്മ കൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്യണം. അതിന് മേലുള്ള 3 ഡോട്ടുമ്പോൾ നെക്കിയിട്ട് കോപ്പി സെറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ പ്രീസെറ്റ് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ഇതെടുത്തിട്ട് അതിൽ നമ്മൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പേസ്റ്റായി ഇപ്പോൾ ആ എഡിറ്റിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എഡിറ്റ് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേഞ്ച് ആക്കാം. അങ്ങനെ ഫിനാലെ ഒരു എഡിറ്റ് സേവ് ആക്കിയിട്ടുണ്ട് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്തിട്ട്. ഇനി ഈ ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ആപ്പാണ് എൽ ഡിയിലേക്ക് നമ്മൾ ഈ ഒരു പിക്ചറിനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ലൈറ്റും കാര്യങ്ങളും ഇവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല സെറ്റപ്പ് ആക്കണമൊക്കെ ഇവിടെയാണ്. ഓരോ എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ സെറ്റാക്കി കൊടുക്കുന്നു. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്കും ചെയ്യാം. അങ്ങനെ ഇതിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ എക്സ്പോർട്ട് ഇമേജ് കൊടുത്തു, സേവ് ആക്കി. അങ്ങനെ നമ്മൾ ഫൈനലി എഡിറ്റ് ചെയ്ത ഒരു പിക്ചറിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫോട്ടോസാണ് ഇതുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എഡിറ്റ് ചെയ്യാം. താങ്ക്